4 ലോണ് ഞാൻ എടുക്കാത്ത 4 ലോണ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് കാണിക്കുന്നത്, ആക്റ്റീവായിട്ട് കാണിക്കുന്നത്. 18,85,000 രൂപയാണ് ആ കാണിക്കുന്നത്. പേരിൽ ഇപ്പോൾ ഒരു 375-ൻ്റെ ലോണായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ബാങ്കിൽ അന്വേഷിച്ച ഓരോ പറഞ്ഞാൽ അത് എല്ലാവർക്കും വരുന്ന സംഗതിയാണെന്നാണ് അവർ പറയുന്നത്. ശ്രീറാം ഫൈനാൻസിൽ നിന്നും വായ്പയെടുത്തവരുടെ പേരിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ്. വടകര ശാഖയിൽ നിന്നും വായ്പയെടുത്തവരുടെയും ജാമ്യക്കാരുടെയും പേരിലാണ് തട്ടിപ്പ് നടന്നത്. സിബിൽ സ്കോർ പരിശോധനയിലാണ് ശ്രീറാം ഫൈനാൻസിൽ നിന്നും വായ്പയെടുത്തവരുടെ പേരിൽ വ്യാപകമായി തട്ടിപ്പ് നടന്നതായി ഇടപാടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. വടകര പോലീസ് സ്റ്റേഷനിൽ 10 പരാതികളാണ് ചൊവ്വാഴ്ച ലഭിച്ചത്. വടകര അഴിത്തല സ്വദേശി അയൂബ് 2024 ഒക്ടോബറിൽ ഓട്ടോറിക്ഷ വാങ്ങുന്നതിനായി 1,95,000 രൂപ വായ്പ എടുത്തിരുന്നു. ലോൺ തുക കൃത്യമായി അടച്ചു തീർത്തിരുന്നു. കഴിഞ്ഞ ദിവസം ബാങ്ക് സിബിൽ സ്കോർ പരിശോധിച്ചപ്പോൾ അയൂബിന്റെ പേരിൽ 4 ലോണുകളിലായി 18,85,000 രൂപ ലോൺ കുടിശ്ശികയായി കാണിക്കുകയുണ്ടായി. ആയഞ്ചേരി സ്വദേശി അഭിനന്ദ് ബന്ധുവിന് വാഹന ലോണിന് ജാമ്യം നിന്നിരുന്നു. ലോൺ അടച്ചു തീർക്കുകയും ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ച ജോലി ആവശ്യത്തിന് വാഹനം വാങ്ങിക്കാൻ സിബിൽ സ്കോർ പരിശോധിച്ചപ്പോൾ 2024 ഏപ്രിൽ മുതൽ 3,75,000 രൂപ വായ്പ എടുത്തതായി കാണിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ഇടപാടുകൾ ഇല്ലാത്തവരുടെ പേരിൽ പോലും അവരറിയാതെ ശ്രീറാം ഫൈനാൻസിൽ ലക്ഷങ്ങളുടെ ലോൺ എടുത്തതായി തൊട്ടിൽപ്പാലം പേരാമ്പ്ര സ്റ്റേഷനുകളിൽ പരാതി ലഭിച്ചിരുന്നു. തട്ടിപ്പിനിരയായ കൂടുതൽ പേർ വരും ദിവസങ്ങളിൽ പരാതിയുമായി എത്താനാണ് സാധ്യത. ബാങ്ക് ലോണിനായി മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളെ സമീപിക്കുമ്പോഴാണ് തങ്ങളുടെ പേരിൽ നിലവിൽ വൻ ബാധ്യത നിലനിൽക്കുന്നതായി പലരും അറിയുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വാർത്തകൾ വന്ന സമയത്ത് ഞാൻ എൻ്റെ ഗൂഗിൾ പേ ചെക്ക് ചെയ്ത സമയത്ത് സിബിൽ സ്കോർ നോക്കിയതാണ്. അപ്പോൾ നോക്കുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ 4 ലോണ് ഞാൻ എടുക്കാത്ത 4 ലോണ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് കാണിക്കുന്നത്, ആക്റ്റീവായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ആ 4 ലോണിന് കൂടിയിട്ട് 18,85,000 രൂപയാണ് ആ കാണിക്കുന്നത്. ഞാൻ നിലവിലൊരു ലോൺ എടുത്തിട്ടുണ്ട് 1,95,ൻ്റെത്. അപ്പോൾ അത് കൃത്യമായിട്ട് അടച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം ലോൺ അടച്ച് പകുതിയോളായിരിക്കും. അതിനുശേഷമാണ് ഈ സാധനം കൂടി കാണുന്നത്. അപ്പോൾ ഞാൻ വടകര സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി പോലീസ് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉചിതമായ നടപടി അവർ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ എൻ്റെ പേരിൽ എടുക്കാത്ത ലോണാണ്. ഇപ്പോൾ ഗൂഗിൾ പേയിൽ സിവിൽ സ്കോർ ചെക്ക് ചെയ്യുമ്പോഴാണ് ഇത് കാണുന്നത്. എൻ്റെ പേരിൽ ഇപ്പോൾ ഒരു 375-ൻ്റെ ലോണായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ബാങ്കിൽ അന്വേഷിച്ച ഓരോ പറഞ്ഞാൽ അത് എല്ലാവർക്കും വരുന്ന സംഗതിയാണെന്നാണ് അവർ പറയുന്നത്. പുള്ളി അത് 7 ദിവസം കൊണ്ട് ഇത് ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പരാതിയായിട്ട് നമ്മൾ സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ ലോണിൻ്റെ ഇതിങ്ങനെ വാർത്തയിൽ കൂടി കണ്ടിട്ട് നമ്മളെ തൊട്ടിൽപ്പാലത്തുള്ളൊരു സംഭവം നമ്മൾ കണ്ടതാണ്. അങ്ങനെ നമ്മൾ ഗൂഗിൾ പേ ചെക്ക് ചെയ്ത് തരാം. ഇങ്ങനെ എൻ്റെ പേരിലും ലോൺ കാണുന്നത് 375-ൻ്റെ. ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ. പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ്.